വേണുനാഗവള്ളി എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് സർവകലാശാല. ലാലു എന്ന കോളേജ് വിദ്യാർത്ഥിയുടെ കഥയാണ് ഇതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം അനാഥനാണ്. അതുകൊണ്ട് തന്നെ പഠനത്തെക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടിയാണ് തന്റെ 3ാമത്തെ PGക്കായി അയാൾ ആ കോളേജിൽ തുടരുന്നത്. അദ്ദേഹത്തിന്റെ കോളേജിൽ പഠിപ്പിക്കുന്ന പലരും ലാലുവിന്റെ കൂടെ തന്നെ പഠിച്ചവരാണ്. അങ്ങനെയിരിക്കെ തന്റെ കൂടെ നേരത്തെ പഠിച്ചിരുന്ന തന്റെ കാമുകിയായിരുന്ന ഗായത്രി അവിടെ പ്രൊഫസറായി വരുന്നു. ഒപ്പം തന്റെ മറ്റൊരു സുഹൃത്തായിരുന്ന ജീവനും അവിടെ പഠിക്കാൻ വരികയാണ്. ജീവന്റെ അനിയത്തി ജ്യോതി അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ അമ്മയുടെ മരണശേഷം അച്ഛൻ അവരെ നോക്കാതിരുന്നത് കൊണ്ട് അവരും ലാലുവിനെ പോലെ അനാഥാലയത്തിൽ തന്നെയാണ് വളരുന്നത്. അതിനിടയിൽ അവരുടെ അച്ഛൻ വീണ്ടും മറ്റൊരു വിവാഹം കഴിക്കുന്നു എന്നറിയുന്ന ജീവന് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവുകയും ഒരു സൈക്കാട്രിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി അയാൾ ഒരു ഹോസ്പിറ്റലിൽ സ്വന്തം ഇഷ്ടപ്രകാരം അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നു. അതിനാൽ ജീവന്റെ അനിയത്തിയുടെ ജ്യോതിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ലാലുവാണ്. അങ്ങനെ ഇരിക്കെ കോളേജിൽ കലോത്സവം വരുന്നു. കലോത്സവത്തിന് ജ്യോതിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് കളിക്കുന്ന ജ്യോതി ഡ്രസ്സ് മാറുവാൻ ലൈബ്രറിയിലേക്ക് വരുമ്പോൾ അവിടെ ജ്യോതിയുടെ മേക്കപ്പ് സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നത് ലാലുവാണ്. ഞാൻ പുറത്ത് കാത്തു നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലാലു ലൈബ്രറിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മേക്കപ്പ് സാധനങ്ങൾ എടുത്തു വച്ചിരുന്നതിനാൽ അതിൽ നിന്നാകുന്ന അവളുടെ ലിപ്സ്റ്റിക്കിന്റെ ചായം ലാലുവിന്റെ മുഖത്താകുന്നു. അതിനിടയിൽ ലൈബ്രറിയിൽ ഒളിച്ചിരുന്ന ആരോ ഒരാൾ ഡ്രസ്സ് മാറുന്ന ജ്യോതിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ജ്യോതിയുടെ നിലവിളി കേട്ട് ഓടിയെത്തുന്ന പ്രൊഫസേഴ്സ് ലാലുവിന്റെ മുഖത്ത് ചായം കണ്ട് അവനെ തെറ്റിദ്ധരിക്കുകയാണ്. കോളേജ് മാനേജ്മെന്റ് ലാലുവിനെ സസ്പെൻഡ് ചെയ്യുകയും പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്യുന്നു. കുട്ടികൾ അവനെ ആക്രമിക്കുന്നു. എന്നാൽ ആ സംഭവത്തിന് ശേഷം അടച്ചു പൂട്ടിക്കിടന്നിരുന്ന ലൈബ്രറി തുറക്കാൻ വരുന്ന ലൈബ്രറിയൻ യഥാർത്ഥത്തിൽ ജ്യോതിയെ കടന്നു പിടിച്ച ആളെ കാണുന്നു. അയാൾ ഇറങ്ങി ഓടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി അയാളെ പിടികൂടുന്നു. തെറ്റിദ്ധാരണ മനസ്സിലാക്കുന്ന കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളും ലാലുവിനോട് മാപ്പ് പറയുന്നിടത്ത് കഥ അവസാനിക്കുകയാണ്. സിനിമ ആയതുകൊണ്ട് സംവിധായകന് നല്ല രീതിയിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കുന്ന വിധം സിനിമ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരം തെറ്റിദ്ധാരണകൾ പേര് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും.